ഹലോ നമസ്കാരം. ടോയ്സ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഇടിവെട്ട് ടോയാണ് പരിചയപ്പെടുന്നത്. ഇതൊരു ഇന്ത്യൻ നിർമ്മിത ഒരു ട്രാക്ടറാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ റീസൈക്കിൾ മെറ്റീരിയലും കൊണ്ട് ഉണ്ടാക്കിയൊരു ട്രാക്ടറാണ്. നമ്മുടെ റോഡ് സൈഡിലൊക്കെ ഇത് വിൽക്കാനിരുന്നതാണ്. ഇതിൻ്റെ വില വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 150 രൂപയ്ക്കാണ് അവർ വിൽക്കുന്നത്. ഞാൻ അവരെൻ്റെ അടുത്ത് ചോദിച്ചത് 250 രൂപയാണ്. അപ്പോൾ ഞാൻ കുറച്ച് പൈസ കുറച്ച് തരാമെന്ന് വെച്ചപ്പോഴും ലാസ്റ്റ് 150 രൂപയ്ക്ക് എനിക്കിത് തന്നു. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു തടിയാന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ പിന്നീട് ചെക്ക് ചെയ്തപ്പോൾ ഇത് തടിയല്ലായിരുന്നു, ഇതൊരു റീസൈക്കിൾ പ്ലാസ്റ്റിക് തന്നെയാണ്. ഞാനത് മനസ്സിലാക്കി തന്നെ. പക്ഷേ അവർ ഇതിൻ്റെ മുകളിൽ കയറി നിന്നൊക്കെ ടെസ്റ്റ് കാണിച്ചു നോക്കി. ഈ ഒരു പോർഷനിലൊക്കെ അവർ കയറി നിന്നിട്ട് ഇത് അത്രയ്ക്കും ബലവത്തായിട്ടാണ് ഉണ്ടാക്കിയെന്നാണ് ഇത് അവർ പറയുന്നത്. പക്ഷേ ഞാൻ വാങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു കഷ്ടപ്പാടും പിന്നെ അതുപോലെ നമുക്കൊരു വീഡിയോ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ ഒരു ടോയ് വാങ്ങിയത്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പല ഡിഫറെൻറ്റ് കളറിൽ അവൈലബിൾ ആവും. ഇത് പച്ച ഉണ്ട്, ചുമപ്പുണ്ട്, അതുപോലെ തന്നെ വയലറ്റ് കളറുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് കളറിൽ ഇത് വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ സിൽവർ കളറിലും ഉണ്ട്. അത് നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷേ ഞാൻ റെഡ് കളർ ഞാൻ വാങ്ങി. ഇത് വളരെ എന്താ പറയുക, വളരെ ഒരു ഇന്നോവേറ്റീവ് ടോയ് എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇത് നമ്മുടെ വീട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇതിനകത്തൊക്കെ പൂക്കളൊക്കെ വെച്ചിട്ട് വെക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ ഇരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഈ ടയറൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീസൈക്കിൾ മെറ്റീരിയലാണ്, മൊത്തം പ്ലാസ്റ്റിക്കാണ്. പക്ഷേ എന്നാലും ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല റിജിഡാണ് ഈ പ്ലാസ്റ്റിക്കുകളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അത്യാവശ്യം വെയിറ്റ് അവർ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം വെയിറ്റ് കയറാൻ പറ്റും. നല്ല രീതിയിൽ മുകളിൽ കയറി ഇന്ന് കഴിഞ്ഞാൽ പോലും ഈ സാധനം പൊട്ടിപ്പോകത്തില്ല. അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് കയറാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. അതേപോലെ തന്നെ ഇവിടെ സ്റ്റീറിങ്ങുകളൊക്കെ ഉണ്ട്. ഈ സ്റ്റീറിംഗ് കണ്ടില്ലേ, ഈ സ്റ്റീറിങ്ങൊക്കെ നമുക്കിങ്ങനെ തിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് തിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് വെച്ചേക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ആണിയായിട്ട് ബന്ധപ്പെടുത്തിയേക്കുണ്ടാവും. ഇതാണ് അതിൻ്റെ ഓപ്പറേഷൻ വരുന്നത്. ഇവിടെ ഈ സ്റ്റീറിംഗ് തിരിക്കുമ്പോഴും ഈ ഒരു ആണിയിലാണ് ഈ സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നത്. അതേപോലെ ഇത് ഉന്തി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്പീഡിൽ പോകും. കാരണം ഈ ടയർ ഇതായതുകൊണ്ട് നല്ല സ്പീഡിൽ ഇത് ഉന്തി വിട്ട് കഴിഞ്ഞാൽ പോകും. പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റും, റഫ്യൂസ് ആയിട്ട് കളിക്കാൻ പറ്റും. കാരണം ഇത് എത്ര എറിഞ്ഞാലും ഇത് പൊട്ടിപ്പോവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത്. കണ്ടോ, ഇത് എങ്ങനെയായിരിക്കും അവർ മേക്ക് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കുഞ്ഞൊരു അച്ഛനകത്തായിരിക്കും, അവരുടെ ഡൈക്കകത്തായിരിക്കും ഈ സാധനം ഉണ്ടാക്കിയത്. എങ്കിലും പൂർണ്ണമായിട്ട് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഒരു ടോയാണ്. വളരെ രസമാണ് കാണാനായിട്ട്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. അത്രയ്ക്ക് നല്ല ബ്യൂട്ടിഫുൾ ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രൈസിങ്ങിനുള്ള 150 രൂപയ്ക്ക് കൊടുത്ത ഒരു സംഭവം ഉണ്ട്. പിന്നെ അവർക്കും അവരുടെ ഒരു ഇതായിട്ട് ഈ നോർത്ത് ഇന്ത്യൻസ് അവർ വന്ന് വഴിയിൽ ഇതിൽ വിൽക്കുന്നതാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിഷ്ടം തോന്നിയിട്ട് ഞാൻ വാങ്ങിയൊരു ടോയാണ്. മൊത്തത്തിൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഈ റെഡ് കളറിൽ മുകളിൽ കണ്ടില്ലേ, മുകളിലൊക്കെ എന്ന് വെച്ചാൽ ഇതും മൊത്തത്തിലൊരു പ്ലാസ്റ്റിക് തന്നെയാണ്. ഈ സംഭവം മൊത്തത്തിലെല്ലാം പ്ലാസ്റ്റിക്കാണ്. ഇവിടെ കൊടുത്തേക്കണ 4 കമ്പികൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവരുടെ മേക്കിംഗ് നല്ല രസമാണ്. ഇതിൻ്റെ പുറകിലൊരു അറ്റാച്ച്മെൻറ്റ് കൂടി ഉണ്ടായിരുന്നു. അതിനകത്തൊരു വണ്ടിയായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനിത് വാങ്ങിയിട്ട് കുറച്ച് നാളായതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. അതും ഇതിൻ്റെ കൂടെ ഉൾപ്പെടുന്നതാണ്. ഇവിടെ ഒരു അറ്റാച്ച്മെൻറ്റും കൂടി ഉണ്ട്. ഒരു ചെറിയൊരു ബഗ്ഗി പോലത്തെ ഒരു ചെറിയ അറ്റാച്ച്മെൻറ്റും കൂടി ഒരു പുറകിലുണ്ട്. അതെൻ്റെ നഷ്ടപ്പെട്ടു. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയ്ക്കും ഭംഗിയായിട്ടാണ് ഇവർ കൊടുത്തത്. എങ്ങനെയാണ് യഥാർത്ഥമായ ഒരു ട്രാക്ടർ ഉണ്ട് അതേപോലെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഫ്രണ്ടിൽ അത്ര നീളത്തി കൊടുത്തിട്ടുണ്ട്, എഞ്ചിൻ്റെ പോർഷൻ അത്ര നീളത്തി കൊടുത്തിട്ടുണ്ട്. ഇത് അതിൻ്റെ പോക്കോയിലായിട്ടാണ് വരുന്നത്. ഇത് അതിൻ്റെ ഡീസൽ ടാങ്ക്, ഡീസൽ അടിക്കുന്ന മറ്റേ സംഭവങ്ങളൊക്കെ ആയിട്ടായിരിക്കും വരുന്നതാണ്. അതേപോലെ സൈഡ് കണ്ടോ, സൈഡിൽ തന്നെ ആ ഒരു വീതി ഏറിയ നമ്മുടെ ബമ്പറിൻ്റെ ഒരു വീൽ ആർച്ചുകളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും എടുത്ത് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീലിൻ്റെ ഡിസൈൻ തന്നെയാണ്. ശരിക്കും അതേപോലെയാണ് ആ വീലുള്ളത്, അതേപോലെ തന്നെ അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത്രയ്ക്കും രസകരമാണ് ഈ ഒരു ഇത് കാണാനായിട്ട്. അതിനകത്ത് ചെറിയൊരു സിൽവർ കളർ ഒരു പെയിൻറ്റും അവരടിച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ വളരെ മനോഹരമായ ഡിസൈനിലാണ് ഈ ഒരു ടോയ് വന്നേക്കണേ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, അത്രയ്ക്കും ഒരു രസമാണ് ഈ ഒരു ടോയ് കാണാനായിട്ട്. ഞാനിപ്പോൾ രസകരം ഒരുപാട് പറഞ്ഞു. പക്ഷേ എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ടോയ് വളരെ സിമ്പിളായതുകൊണ്ടും അത്രയ്ക്കും എന്താ പറയുക, നമുക്കൊരു കണ്ടു കഴിഞ്ഞിട്ട് ശരിക്കും നമുക്കൊരു നല്ലൊരു ഇഷ്ടം തോന്നും. അതുകൊണ്ട് തന്നെയാണ് രസകരം എന്നുള്ള വാക്ക് കൂടുതലായിട്ട് ഞാൻ പറയുന്നത്. നിങ്ങളിതുവരെ വാങ്ങി വയ്ക്കുക, നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കുക, അവർ ഇത് നൂലെ കെട്ടിക്കൊണ്ട് ഓടിച്ച് നടക്കും. പക്ഷേ ഒരിക്കലും പോകത്തില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് റിജിഡാണ്. ഇത് അങ്ങനെ കേടാവത്തില്ല. കാരണം ഇതിനകത്ത് മെക്കാനിക്കൽ പാർട്സുകളൊന്നും അധികം ഇല്ല. കാരണം വളരെ സിമ്പിളായിട്ടുള്ള മെത്തഡോളജിയിലാണ് ഈ സാധനം ഉപയോഗിച്ചിട്ട്. കണ്ടില്ലേ, പുറകിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ചുമ്മാ ഒരു സാധാരണ സിമ്പിളായിട്ടുള്ളൊരു എങ്ങനെയാണോ ഒരു മെത്തേഡാണോ അതാണ് തന്നെ ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ എന്താ പറയുക, ഇവിടെ ഇരിക്കാനുള്ള സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിള്ളേർക്ക് ഇത് സുഖമായിട്ട് നല്ല രസകരമായിട്ട് കളിക്കാൻ പറ്റുന്നുള്ളത് 100% ഉറപ്പാണ്. നിങ്ങൾ ഉറപ്പായിട്ടും വാങ്ങി വയ്ക്കുക. നല്ല രസമുള്ള ഡിസൈനാണ്. ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടി ഇതിൻ്റെ വ്യക്തമായിട്ടുള്ള ഷോട്ടുകൾ കാണിച്ചു തരാം. സൈഡിൽ നിന്നുള്ള പുറകിൽ നിന്നുള്ള വ്യൂ ഉണ്ടല്ലേ,
എത്ര മനോഹരമാണെന്ന് നോക്കിയാൽ ശരിക്കും എങ്ങനെയാണ് ട്രാക്ടർ ഇരിക്കുന്നത് അതേപോലെ തന്നെയാണ് പുറകിൽ നിന്നുള്ള വ്യൂ വരുന്നത്. സൈഡിൽ നിന്നുള്ള വ്യൂ ഈ അതേപോലെ തന്നെ നല്ല രസകരമായ ഒരു വ്യൂ ആണ് സൈഡിൽ നിന്നും കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂവും വളരെ മനോഹരമായ ഒരു വ്യൂ ആണ് ഫ്രണ്ടിൽ നിന്നുള്ളത്. നമുക്ക് ഈ സ്റ്റിയറിംഗ് വീല് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് കൊടുത്തേക്കുന്നത്. എങ്ങനെയാണ് ട്രാക്ടർ വരുന്നത് അതേപോലെ തന്നെ ഒരു മിനിയേച്ചർ പതിപ്പിൽ ഡൈകാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതൊരു പ്ലാസ്റ്റിക്കിലാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അതേപോലെ ഒരു മിനിയേച്ചർ പതിപ്പ് എന്ന രീതിയിൽ നമുക്ക് അതുപോലെ തന്നെ അവർ നിർമ്മിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. കണ്ടോ, അത്രയ്ക്ക് മനോഹരമായ ടോയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇനിയും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി പറഞ്ഞു, നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അത് നമുക്ക് ഈ 1,00,000 വ്യൂവേഴ്സ് ആയി കഴിയുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ കാണിക്കുന്ന എല്ലാ ടോയ്കളും നമ്മൾ ഗിവ് അവേ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ പ്രോത്സാഹനം അത്യാവശ്യമാണ്. അപ്പോൾ ഇനിയും ഒരു വീഡിയോ ആയിട്ട് പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നത്. അടുത്ത ദിവസം വീഡിയോ എന്ന് വെച്ചാൽ കിടിലൻ വീഡിയോസാണ്. ഒരു ഷാർക്കിൻ്റെ വീഡിയോ ഉണ്ട്, അതുപോലെ ബോട്ടിൻ്റെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ചെയ്ത് തീർക്കുക. കൂടുതൽ വീഡിയോ ആയിട്ടും കാണുന്നവരെ അതുവരെ സ്റ്റേ ട്യൂൺ.